നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസികളായിരിക്കുന്ന നാം എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് വിശ്വാസം. ചിലർക്കുണ്ടാകുന്നതായ ഒരു സംശയം, അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷെ അത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരുവാനായിട്ട് കഴിയും? പലപ്പോഴും അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. എന്നാൽ ഞാൻ ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത്, ഒരു സംഘം ആൾക്കാർ ഒരു കപ്പൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ യാത്ര തുടങ്ങിയിട്ട് പല ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ അവർ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതായ സമയത്ത് പെട്ടെന്ന് കാറ്റും കോളും അതിശക്തമായിട്ട് ഈ കപ്പലിന് നേരെ ആഞ്ഞടിക്കുവാൻ ഇടയായി തീർന്നു. അവർ ആകുന്ന ശ്രമിച്ചിട്ടും ഈ കപ്പലിനെ നേരെയാക്കി കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കാറ്റ് കൂടിക്കൂടി വരികയാണ്. തിരമാലകൾ അതിശക്തമായിട്ട് ഈ ഭീമൻ കപ്പലിനെ ആഞ്ഞടിക്കുന്നു. അനേക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാറ്റും കടലും ശാന്തമാകാത്തതിനെ തുടർന്ന് അവരൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. ചിലർ ഭാരപ്പെടുവാനായിട്ടിടയായി തീർന്നു. തങ്ങൾ വിട്ടിട്ട് പോന്ന ഭവനത്തിലുള്ളവരെ, തങ്ങളുടെ ദേശത്തെ പറ്റിയൊക്കെ ചിന്തിച്ച് അവർ ഭാരപ്പെടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ പ്രയാസപ്പെട്ടതായ ഒരു മനുഷ്യൻ ആ കപ്പലിന്റെ മുകളിലത്തെ ഡക്കിലേക്ക് കയറി വരുവാനായിട്ടിടയായി തീർന്നു. എല്ലാവരും പരിഭ്രാന്തരായിട്ട്, വിഷമിച്ച്, ആകുലപ്പെട്ട്, ചിന്താഭാരത്തോടായിരിക്കുന്നതായ സമയത്ത് ആ ഡക്കിൽ അദ്ദേഹം കാണുകയാണ് ഒരു കൊച്ചു പയ്യൻ. അവൻ എന്ത് ചെയ്യുന്നു? ആ ഡക്കിൽ കൂടെ കളിച്ചു നടക്കുകയാ. അവൻ ഈ പ്രതികൂലത്തെ ഒന്നും വകവെക്കാതെ, ഈ സാഹചര്യങ്ങളെ ഓർത്ത് അവൻ പരിതപിക്കാതെ അവൻ നല്ലപോലെ കളിച്ച് തിമിർത്തു നടക്കുമ്പോൾ ആ ബാലനെ കണ്ടതായ ഈ പ്രായമുള്ളതായ മനുഷ്യന് അവന്റെ മേൽ കോപമുണ്ടാകുവാനായിട്ടിടയായി തീർന്നു. അവനോട് ചോദിച്ചു, ഈ കപ്പൽ തകരുവാനായിട്ട് പോകുകയാ, കാറ്റ് ശാന്തമാകുന്നില്ല, കടൽ ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കുന്നു, എന്താ നിനക്ക് മാത്രം ഒന്നും ചിന്തയുണ്ടാകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പയ്യൻ അവനോട് പറയുവാനായിട്ടിടയായി തീർന്നു, എനിക്ക് ഭാരമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ കപ്പൽ ഓടിക്കുന്നത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവിന് നല്ലപോലെ കപ്പൽ ഓടിക്കുവാനായിട്ട് അറിയാം. അവന്റെ കരത്തിലാണ്, അവൻ ഓടിക്കുന്ന കപ്പലിനകത്താണ് ഞാൻ എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇതുപോലെയാണ് വിശ്വാസ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമുക്കൊരു പിതാവുണ്ട്. അവനാണ് നമ്മുടെ വിശ്വാസ കപ്പലിനെ നയിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതികൂലത്തെയും നമുക്ക് ഭാരപ്പെടേണ്ടതായിട്ടില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.